പലാസോ ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ അടുത്ത ഐറ്റമാണിത്. അപ്പോൾ പലാസോ, ഇതിൻ്റെ കൂടെയുള്ള പലാസോ കഴിഞ്ഞ് ഇനി ഷോർട്ട് ടോപ്പ് പോലെ, ക്രോപ്പ് ടോപ്പ് പോലുള്ള ടോപ്പാണ്. അപ്പോൾ ഞാനതിന് പീസ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പീസ് നമ്മൾ ആദ്യം, ഇത് ഫോൾഡായിട്ട് വരുന്ന പീസാണ്. അപ്പോൾ ഇത് ഫോൾഡ് ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് പീസ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് എടുക്കുന്നത് ക്ലാസിക്കൽ പ്രിൻസസ് കട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിക്കൽ പ്രിൻസസ് കട്ട് എടുക്കുമ്പോൾ ആദ്യം ഞാൻ ഈ പീസാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പ് ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വേറെ തയ്യൽ തുമ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 17ആണ്. 17 ലെങ്ത് വേണ്ട നമുക്ക്, പക്ഷേ എന്നാലും ഞാൻ 17ആണ് ലെങ്ത് എടുത്തേക്കുന്നത്. 17 വേണ്ട, നമുക്കിത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഫോൾഡ് വരുന്ന വശമാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് ഫോൾഡിന് വേണ്ടിയിട്ട് ഈ പീസിന് ആവശ്യമാണ്. നെക്കൊക്കെ യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഫ്രണ്ടിലത്തെ പീസും ബാക്കിലത്തെ പീസും. കണ്ടോ, 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ് ഇതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ അടുത്തെടുക്കുന്നത് അടുത്ത പീസാണ്. ഈ അടുത്ത പീസ് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് സൈഡിലത്തെ പീസാണ്. അപ്പോൾ ഇതാണല്ലോ പീസ് വരുന്നത്, ഇങ്ങനെയാണ് പീസ്. അപ്പോൾ ഈ പീസ് ഈ പീസ് കട്ട് ചെയ്തെടുത്ത് ഇത് ഫോൾഡാണ്. ഇത് ഫോൾഡ് അല്ല, നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പീസിന്റെ ലെങ്ത്, ഞാനിത് പാറ്റേൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതാണ് ഷേപ്പ് വരുന്നത്. ആ ഷേപ്പിൽ നമ്മൾ ഇവിടെ അങ്ങനെ ഷേപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ലെവലിൽ കിട്ടുകയുള്ളൂ. ബാക്കി അതേ ഷേപ്പ് തന്നെ വരണം കേട്ടോ. അതേ ഷേപ്പ് തന്നെ വന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കാരണം ഞാൻ ഇവിടെ മാത്രമല്ല, പ്രിൻസസ് കട്ട് പോലെ തന്നെ ക്ലാസിക്കൽ പ്രിൻസസ് കട്ട് എന്ന് പറയുന്നതും അതേപോലെ ഷേപ്പ് വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 2 ഷേപ്പും കറക്റ്റായിട്ട് വരണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷെ മുകളിലോട്ട് ആ കട്ടിങ് കറക്റ്റ് വരില്ല. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇത് 2ഉം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ മുകളിലൊരു ബെൽറ്റ് പീസ് പോലാണ് കേട്ടോ വരുന്നത്. അത് ചെറിയൊരു ബെൽറ്റ് പോലെ മാത്രമേ ഞാൻ അതിൽ കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു കോട്ട് കൂടെ ഉണ്ട്, കോട്ട് കൂടെ കട്ട് ചെയ്യണം. അപ്പം നമ്മളിത് തയ്ച്ചതിന് ശേഷം കണ്ടോ, ഇത് 4 പീസ് വരും. ഇത് നമ്മളിങ്ങനെയാണ് യോജിപ്പിക്കുന്നത്. കണ്ടോ, യോജിപ്പിച്ചതിന് ശേഷം നെക്ക് അടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ യോജിപ്പിച്ചിട്ട് നമ്മൾ നെക്ക് അടിച്ചതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത്, അപ്പം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ഈ ടോപ്പ് നമ്മുടെ പലാസോയുടെ കൂടെ ഉള്ളതാണ് കേട്ടോ, പ്ലേറ്റഡ് പലാസോയുടെ കൂടെ ഉള്ളതാണ്. അപ്പം ഞാനിത് അടിച്ചു കഴിഞ്ഞു. തയ്ച്ചു കഴിഞ്ഞു. അത് നമ്മൾ ക്ലാസിക്കൽ പ്രിൻസസ് കട്ടിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിനുള്ള ഓവർകോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നത്. ഞാൻ സിപ്പ് താഴെ നിന്നാണ് കൊടുത്തേക്കുന്നത്, അറ്റാച്ച് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്, നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കോട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ കോട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് വേസ്റ്റ് വരെ, അതായത് നമ്മുടെ അര വരെ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇതിന് വരുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാനൊരു 18ആണ് എടുക്കുന്നത് കേട്ടോ. ഇത്തിരി താഴോട്ട് ഇറങ്ങിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പം ആ ഒരു മോഡലാണല്ലോ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ആദ്യം ബാക്ക് എടുത്തിട്ട് ഫ്രണ്ട് പിന്നെ വേണമെങ്കിൽ എടുക്കാം. ഇത് വളരെ സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ, കോട്ടൺ ചെക്ക് പീസാണിത്. വളരെ നൈസായിട്ടുള്ള കോട്ടൺ ആണ്, നല്ല കോട്ടനാണ്. അപ്പം ഞാൻ ലെങ്ത് 17 വരെ ഞാൻ എടുത്തേക്കണത്. ഓക്കെ, 19 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലെ ഇങ്ങനെ വൈഡ് വി പോലെ കൊടുക്കുകയാണ്. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഫ്ലാപ്പ് വെച്ചിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വൈഡ് വി എന്ന് പറയുമ്പോൾ ഞാനൊരു 4.5 എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഇറക്കം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇറക്കം എടുക്കുന്നുണ്ട്.
എന്നാലേ നമ്മൾ ആ സ്ക്വയർ കൊടുത്തതിന് ഭംഗി ഉണ്ടാവുള്ളൂ. 9 ഇഞ്ചാണ് കേട്ടോ. ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ 15 ആണ് ഫുൾ ഷോൾഡർ വരുന്നത്. അപ്പോൾ ഞാനൊരു 7.5 എടുക്കുന്നുണ്ട്. ആം ഹോൾ ഞാൻ 7.5 എടുക്കുന്നത് കേട്ടോ. ഫുൾ സ്ലീവിലാണ് ചെയ്യുന്നത്. ഫുൾ സ്ലീവാണ് ചെയ്യുന്നത്. പിന്നെ വണ്ണം എന്ന് പറയുന്നത്, വണ്ണം വരുമ്പോൾ 11.25 വരും. ഷോൾഡർ സ്ലോപ്പ് ഞാൻ 3/4 ഇഞ്ച് കൊടുക്കുകയാണ്. സ്ലീവ് ഉള്ളത് കാരണം നമ്മൾ അതേപോലെ തന്നെ ഷേപ്പ് ചെയ്ത് തന്നെ വേണം എടുക്കാൻ. കാരണം ഇത് ഫുൾ സ്ലീവാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഓപ്പൺ കൊടുത്താണ് ചെയ്യുന്നത്, കാരണം ഫ്ലാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ വീനക്ക് നമുക്ക് ഞാൻ സ്റ്റിഫിൽ അടിച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. അത് നിങ്ങൾ ചെയ്യുന്നവരുടെ ഇഷ്ടം പോലാണ്. വീനൊക്കെ അടിച്ചിട്ട് കട്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പീസ് എടുക്കാൻ ഈ വശം എടുത്താലും മതിയാവും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കിന് ഒരു 1/2 ഇഞ്ച് ഇറക്കവേ കൊടുക്കുകയുള്ളൂ. ഇവിടെ നമുക്കൊരു ഷേപ്പ് കൊടുക്കണം. ഫ്രണ്ട് മാത്രം മാറ്റിയെടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യണം. ഞാനൊരു 22 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാനിത് ഓണത്തിന് വേണ്ടിയിട്ട് തയ്ച്ചേക്കുന്നതാണ്, മോഡലാണ്. കണ്ടോ, കോട്ട് ഞാൻ കട്ടിങ് കാണിച്ചത് ഈ മോഡലല്ല, പക്ഷെ ഞാനത് ഫ്രണ്ടിൽ ഷേപ്പ് ചെയ്ത് ഈ മോഡലാക്കി എടുത്തു. പലാസോയാണ് കേട്ടോ, പലാസോയാണിത്. കണ്ടോ? അപ്പോൾ ഇത് ഓർഡർ ചെയ്തേക്കുന്നതാണ്. എനിക്കിഷ്ടമുള്ള മോഡൽ ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ആ മോഡലിലാണ് ചെയ്തേക്കുന്നത്. ഈ കുട്ടിക്ക് ഇട്ട് നമുക്ക് കാണാം. അതിന് മുമ്പേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോഡൽ, ഞാൻ ഇതിൽ ഡ്രസ്സുകൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, തുണികൾ മെറ്റീരിയൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ചെയ്തു തരുന്നതായിരിക്കും
കേട്ടോ. ഓർഡർ ചെയ്താൽ മതി, മെസ്സേജ് ഇട്ടാലും മതി. എന്താണെങ്കിലും നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ഈ നമ്പർ വേണമെന്നുള്ളവർ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് പിന്നെ വാട്സാപ്പ് നമ്പർ ഇട്ട് തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൽ തന്നെ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി.